വിളിക്കാൻ ഇതികൂടെ ഓട്ടോടെ ഇട്ടാൽ എന്തോ കണ്ണീന്ന് വെള്ളം വന്നു. NSS ക്യാമ്പ് സീരീസിന്റെ ഫസ്റ്റ് വ്ലോഗാണ്. നമ്മുടെ ഇന്നാണ് അവിടെ NSSന്റെ ആദ്യത്തെ ദിവസം. നമ്മുടെ സ്കൂളാണ് ഇപ്പോൾ ഇവിടെ അല്ലേ ഗൈസ്. ഇതാണ് നമ്മുടെ NSS ലീഡർ അഭിഷേക്. ഇത് നമ്മുടെ ക്യാമ്പ് ലീഡർ അനശ്വർ കൃഷ്ണ. എന്നാ പറയാ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നല്ലൊരു പരിപാടിയാണ്. വൈബാക്കണം. അതെ വൈബാക്കണല്ലേ? വൈബാക്കും ഗൈസ്. ഞങ്ങൾ ഇവിടെ ഗ്യാസ് എടുക്കാൻ വേണ്ടി വന്നേക്കാണ്, പണിയെടുക്കാൻ വന്നേക്കാണ് നമ്മുടെ സ്കൂളിൽ. ഡോർ പറഞ്ഞില്ല, ടീച്ചർ ഇപ്പം വരും ഗൈസ്. നമ്മുടെ 1-ാം ദിവസമാണ്. എല്ലാം ഭംഗി നടക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നല്ലേ. ഒരു നാരങ്ങ പിഴിഞ്ഞ് തുടങ്ങും. അതെ നമ്മുടെ പിള്ളേര് ഇവിടെ കഠിനമാരില്ല, കഠിനമായി പണിയെടുക്കാണ് ഗൈസ്. ഞാൻ കഠിനമായി നോക്കി കാണുകയാണ് ഗൈസ്. NSS ലീഡർ എത്ര ഗൈസ് നമുക്ക് കാണിച്ചു തരാം. സാധനങ്ങൾ കൊണ്ട് അയക്കാൻ പോണു, അവിടെ പോണു ഗൈസ്. കുറച്ചാവില്ലേ പുല്ലൂര് സ്കൂളിലേക്ക് പോകണല്ലേ? സാധനങ്ങൾ ഇറക്കി വയ്ക്കാൻ 2 പേരുള്ളൂ. നിറച്ച് സാധനങ്ങൾ കഴിക്കും. പുല്ലൂരെത്തി കാണാം ഗൈസ്. അങ്ങനെ പുല്ലൂർ LP സ്കൂളിൽ എത്തി. ഇനി സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെക്കണം. നമ്മൾ കിച്ചണിലേക്ക് ഒന്നാണ് കിച്ചണല്ലേ, ക്ലാസ് റൂം അല്ല അപ്പുറത്തെ. അതെ പൂത്തണുത്ത് നല്ല ചൂടാ ഗൈസ്. ഇവിടെ ഇല്ല, പുറത്ത്. അതെ ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇറക്കി വെക്കണം. നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്. വണ്ടി വന്നു. ഈ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് കാണാം. അങ്ങനെ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചു. ഇനി നമ്മ ഈ ഹാള് മൊത്തം നമ്മ റെഡിയാക്കാൻ പോണ് ഗൈസ്. ചെളി കണ്ട ഗൈസ്, അടിച്ച് ഫുഡ് റെഡിയാക്കാൻ പോണ്. എല്ലാവരും ഉണ്ട്, റെഡി ആയിട്ട് വരാം ഗൈസ്. ചോറ് ഇലച്ചോറ് പൊതിച്ചോറ് പെടന്നല്ലേ? 3 വീട്ടിലത്തെ ചോറ. അപ്പം നമ്മ NSS യൂണിഫോം ഇട്ടിരിക്കുന്നു. പണിയെടുത്ത് ആ ഡ്രസ്സ് മുഷിഞ്ഞപ്പോൾ നമ്മ NSS ഇട്ടു. ഇതാണ് നമ്മളെ ബാക്കി പണികളൊക്കെ അല്ലേ? എനിക്ക് കിട്ടിയില്ല. എന്താ ഇതിട്ടിട്ട് ബാക്കി പണി പിള്ളേര് വരുന്നുള്ളൂ. നമ്മ ഇത്ര പേരല്ല, 50 പേരുണ്ട് പിള്ളേര്. 50 അല്ലേ? പിള്ളേര് ഓണ്ട വേയാണ്. ടൈമില്ല. ഞങ്ങൾക്ക് പണിയുള്ള കാരണം ഞങ്ങൾ നേരത്തെ വന്ന് പണിയെടുത്ത് വേറെ യൂണിഫോം ഇട്ടു. ഇനി അവരെല്ലാവരും യൂണിഫോം ഇട്ട് വരും, വീട്ടിൽ നിന്ന് വരും. ഇപ്പം അല്ല പൊളിക്കും ഗൈസ്. ജാമി ഫുഡ് ചെയ്യുന്നു ഗൈസ്. ഇനി നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് NSSന്റെ. എല്ലാവരും വന്നു തുടങ്ങിയുള്ളൂ. അയ്യോ സോറി, ആരാണ് പരിചയപ്പെടുത്തത്? ഗൈസ് NSS പൊളിക്കാൻ പോലെ ക്യാമ്പ്. അപ്പൊ ഹനുമാനാ ചായ കുടിക്കാൻ പോണു ഗൈസ്. നമ്മുടെ ചായ കുടിക്കുന്ന ടൈമായിണ്ട്. നമ്മുടെ പ്രസംഗം തേങ്ങ കഴിഞ്ഞു അല്ലേ? പ്രസംഗം കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ചായ കഴിക്കണം. ചായ കുടിക്കണം. ഗൈസ് എല്ലാവരും ചായ കുടിക്കണം. അതെ ചായ ഉണ്ട്. റിവ്യൂ പറയും. സത്യം പറഞ്ഞോ? ഇല്ലേ? കുഴപ്പമില്ല, സഹിച്ച കുടിച്ചു. അമ്മ ഉണ്ടാക്കണല്ലേ ഗൈസ്. നമുക്ക് വെള്ളം മതി. ഫർഹാൻ എന്തോ പറയാണ്ട് ഗൈസ്, പറയൂ. അല്ല ഗൈസ് അടുത്ത നമ്മ ജാഥയ്ക്ക് പോകാൻ പോണ് എല്ലാരും കൂടി. ജാഥ എൻജോയ് ചെയ്തിട്ട് വരാം. എന്താണ് പറയാനുള്ളത്? ചായ ഉണ്ടേ? ചായ മതില്ല പറഞ്ഞില്ല. കട്ടൻ ചായ ചായ ഞാൻ വെച്ചേ. നമ്മ ചായ കുടിക്കാതെ 3 പേരുണ്ട്.
ദിത് കൃഷ്ണ, അഭിഷേക് അൻമി. ഞാനും കുടിച്ചിട്ടില്ല. നീ അല്ല 4 പേരുണ്ട് guys. ഞാൻ കുടിച്ചിട്ടില്ല. 5 പേരുണ്ട് guys. 6 പേരുണ്ട് guys. 6 പേര് അടിച്ചില്ല. അത് ബിസ്ക്കറ്റ് ഉണ്ടായോ? ബിസ്ക്കറ്റ് ഞാൻ കഴിക്കില്ല. ബിസ്ക്കറ്റും ഷുഗറാണ് guys. ചോക്ലേറ്റ് ഷുഗർ അൺഹെൽത്തിയാണ്, അത് കഴിക്കരുത് പറയാനുള്ള പറഞ്ഞു. നിങ്ങളുടെ ഇഷ്ടം സുഹൃത്തുക്കൾ. നമ്മ ജാഥയ്ക്ക് വിടരാം ഗൈസ്. ഒന്നാമത്തെ NSS പ്രവർത്തനം കുട്ടികളെ കമ്പി എടുത്ത് മാറ്റി. ഇതാരെങ്കിലും കാലുമ്മ കയറേണ്ട കമ്പിയാണല്ലോ. അതെ ഞാൻ മാറ്റി ഗൈസ്. NSS ഓൾ ഇന്ത്യ. അതെ NSS വോളണ്ടിയർ ഗൈസ്. നമ്മ ജാഥയിൽ പോവാണ്. ജാഥ ഇത്ര നേരം NSS ആർപ്പവിളിയൊക്കെ ഉണ്ട്. ഇപ്പം എന്നെ കഴിഞ്ഞുള്ളൂ. ആരോടി ഇല്ല ആർപ്പവിളി മിസ്കോറെ. അതെ ഗൈസ്, നേരം വൈകി വന്ന സുന്ദരനെ കാണണം. 2 ആഴ്ചത്തെ പാത്രങ്ങളിൽ 2 ദിവസത്തെ പാത്രങ്ങളിൽ നേരം വൈകി വന്ന 2 ദിവസം നാളത്തെ കൂടി ഉണ്ട്. അതന്നെ പനിഷ്മെന്റ് ഗൈസ്. അമ്മ ജാഥയ്ക്ക് പോയി കഴിഞ്ഞു, വിശ്രമത്തിലാണ്. ഗൈസ് റെസ്റ്റാണ്. ചായ കൊണ്ടൊരു ചായ പിടിക്കാം, പക്ഷേ ചായ എല്ലാം പറയണ്ട, പറയാനില്ല. അതിനും പറയണ്ട. ജാഥ ഇങ്ങനെ ഉണ്ടായി ഗൈസ്. 2 പേര് അങ്ങോട്ട് പോയി, 2 ഇങ്ങോട്ട് വന്നു. അത് വേറെ ഗൈസ്. ഇനി പ്രത്യേകിച്ച് പേടിയൊന്നുമില്ലല്ലേ? ഫസ്റ്റ് ഡേ ഇത് പറയാൻ പറഞ്ഞേ ഗൈസ്. ഇത് NSS ക്യാമ്പ് സീരീസിന്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഫസ്റ്റ് ആദ്യത്തെ ദിവസമാണ്. അതെ, ഇന്ന് അവർക്ക് മെസ് ഡ്യൂട്ടിയാണ് ഗൈസ്. മെസ് ഡ്യൂട്ടി ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട് ഓരോ ദിവസം. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ നോക്കിയിട്ട് വരാം. ഈ ഒരു NSS 7 days ക്യാമ്പിലെ ആദ്യത്തെ സെഷനാണ് അല്ലേ? എന്തോ കുണ്ടലി ടീമിന് 185 points. Then second ടീമിന്റെ പേരെന്തായിരുന്നു? അല്ലേ? സെക്കൻഡ് ഗ്രൂപ്പിന്റെ പേര്. ഓക്കെ, 195 points ആണ് മാക്രി ഗ്രൂപ്പിന്റെ. അടുത്തത് ഫോർത്ത് ഗ്രൂപ്പിന്റെ നിങ്ങളുടെ പേര് ടീം കുളുവാവയ്ക്ക് 280 points. കുണ്ടറ കമ്മിറ്റിക്ക് 360 points. ഗൈസ്, നമ്മുടെ ക്ലാസ് കഴിഞ്ഞിരുന്നു. ക്ലാസ് ഒന്നും പറയാൻ പറ്റില്ല, അടിപൊളി ക്ലാസ് ഗൈസ്. ഗൈസ് എന്റെ ടീം, ഞങ്ങളുടെ ടീം കുണ്ടറ കമ്മിറ്റി ജയിച്ചിരിക്കുന്നു ഗൈസ്. ഞങ്ങളുടെ ടീം ജയിച്ചിരിക്കുന്നു. കമ്പനിയില് ഫുള്ള് ആക്റ്റീവ്, എല്ലാവരും ഹാപ്പി ആക്റ്റീവ് ആയിരുന്നു. നല്ലൊരു ഫുള്ള് ഗെയിംസ് ആയിരുന്നു അല്ലേ? ഇവിടെ തോറ്റ ടീം എന്തിനാ പറയാനുള്ളത്? നിങ്ങൾ NSS എല്ലാവരും ചേരണം. നല്ല ഫസ്റ്റ് ഡേ പൊളിയായിരുന്നു. ഇനി അങ്ങനെ ഫ്രഷ് ആയിട്ട് ഒന്ന് ഫുഡ് കഴിക്കാൻ വരണം. അപ്പൊ എല്ലാവരും ഫ്രഷ് ആകാൻ പോവാണ്. വേർത്ത് കുളിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഫ്രഷ് ആയിട്ട് വരാം അല്ലേ? ബുക്ക് പിടിച്ച് കാണിച്ചോ. അടിപൊളി.
ഗൈസ് ഒന്നും കാണില്ല. വടി അധികം കഴിഞ്ഞിട്ടാ, അല്ലെങ്കിൽ വെടിക്കട്ടായിരിക്കും റൂമില്. കടലക്കറി ഉരുളക്കിഴങ്ങ് കൊറേ കഴിക്കണ്. വടി 5 കഴിഞ്ഞിട്ട് ബ്രെഡ് പൂശാൻ വേണ്ടി വീണ്ടും. ഞാൻ നിങ്ങ മാത്രമല്ല ബ്രെഡ് കഴിക്കാൻ, അത് എത്രല്ലോ. പക്ഷേ വയറ് സ്പേസില്ല ഗൈസ്, അധികം കഴിച്ച ശരിയാവില്ല. എന്ത് ചെയ്യാ ഗൈസ്, ബ്രെഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന റൂമിൽ പോയിരിക്ക. ഗൈസ് ബ്രെഡ് വന്നു, ബ്രെഡ് വന്നു. ബ്രെഡിന് ഓട്ടത്തിലാണ് എല്ലാവരും ഗൈസ്. ഈ കാർ ഇറങ്ങുമ്പോൾ ബ്രെഡില്ല വരണം, ഹാപ്പി ആവും എല്ലാവരും ഗൈസ്. ബ്രെഡിന് വേണ്ടി വെയിറ്റ്. ആ ചിരിയോ ഗൈസ്, ബ്രെഡിനാണ് ചിരി. ബ്രെഡുമായി നമ്മുടെ ടീച്ചർ. അതെ അതെ അതെ. ഗൈസ് പുഷ്പ. ഗായ്സ് ഹായ് ഗായ്സ്, ഗായ്സ് ഒരാളുണ്ട്. ഹായ് ഗായ്സ്, ചുള്ള നിൽക്കുന്നുണ്ട് ഗായ്സ്. തലടിച്ചു. എന്താണ് പൂശിക്കോ നീ? ബ്രെഡ് എന്തിട്ട് പറയണത്? ഭംഗിയില്ല ഗായ്സ്. കണ്ണീന്ന് വെള്ളം വന്നു ഗായ്സ്. സമയം 12 മണി. 12:02 ഗൈസ്, 12:02. ഫറാൻ കുളിക്കാൻ പോണ്, ആദർശ് കുളിക്കണ് ഗൈസ്. ആദർശ് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഞങ്ങളുടെ റൂമിലാണ്. നീ ആ റൂമിലാണ്? റൂമിലാ? നിങ്ങളുടെ റൂമാ, നമ്മളൊക്കെ ഒരുമിച്ചല്ലേ ബ്രോ? നമ്മ വിവേചനുണ്ടോ ബ്രോ? ശരി ശരി ശരി. എന്താ ഇങ്ങനെ എല്ലാം 3 റൂം ഉണ്ടാ പറഞ്ഞേ. ആദർശ് ഇതിൽ കുളിക്കാൻ പോണ് ഗൈസ്. ഇതിൽ കൂടെ ഓട്ടം കൂടെ ഇട്ടാൽ ആദർശിൽ കുളിക്കുന്നുണ്ട് ഗൈസ്. ഇറങ്ങടാ, കുറെ നേരമായില്ല ഗൈസ്. ഗൈസ് ഞങ്ങൾ ഉറങ്ങാൻ പോണ് ഗൈസ്. ഗൈസ് കുഴപ്പമില്ല ഗൈസ്, ഉറങ്ങാൻ പോണ് ഗൈസ്. ഗൈസ് ഞങ്ങൾ ഉറങ്ങാൻ പോണ് ഗൈസ്. സമയം ഇപ്പോ 12:03. ഉറങ്ങാൻ പോണ്. NSS ആവശ്യം ഉറങ്ങി. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ഗൈസ് ഞങ്ങൾ ഉറങ്ങാൻ പോണ്. സമയം ഗൈസ് ഞങ്ങൾ ഉറങ്ങാൻ പോണ് ഗൈസ്. സമയം 12. നമ്മൾ ഉറങ്ങാൻ പോവാണ്. സമയം അതെ സമയം ഗൈസ്. അങ്ങനെ നമ്മ ഉറങ്ങാൻ പോവാണ്. സമയം 12:03. ഇപ്പൊ നാളെ മെസ് ഉണ്ട്, അവിടെ 4 മണിക്ക് എണീക്കണം. അപ്പോ ഗൈസ് ഗൈസ് ഉറങ്ങാൻ പോവുകയാണ്. സമയം 12:50. നമുക്ക് നാളെ മെസ് ഉണ്ട് ഗൈസ്, അതുകൊണ്ട് 4 മണിക്ക് അവന്മാരെ കാണിച്ചു. കൾച്ചറിലാണ് ഇവൻ. ഗൈസ് അപ്പൊ ഉറങ്ങട്ടെ, ബൈ, നാളെ കാണാം.